ഹലോ, അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇൻകം ടാക്സിലെ തന്നെ സെക്ഷൻ 80G ആണ്. ഡിഡക്ഷൻസ് അണ്ടർ സെക്ഷൻ 80C ടു 80Uവിൻ്റെ 80G ആണ്. 80Gയുമായി ബന്ധപ്പെട്ട തിയറിയും അതേപോലെ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നോക്കാം, സെക്ഷൻ 80G. സെക്ഷൻ 80G എന്ന് പറയുമ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഡൊണേഷനാണ്. സെക്ഷൻ 80G അല്ലെങ്കിൽ ഡൊണേഷൻ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഓർക്കേണ്ടത് സെക്ഷൻ 80G ആണെന്നാണ്. നോക്കാം, സെക്ഷൻ 80G പറയുന്നത് ഡിഡക്ഷൻ ഫോർ ഡൊണേഷൻ ടു ഫണ്ട് ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ എക്സെട്ര. അതായത് ഫണ്ടിലോട്ടും അതേപോലെ ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷനിലോട്ടും ഒക്കെയുള്ള ഡൊണേഷൻസ് ആണ് ഈ ഒരു 80Gയിൽ വരുന്നത്. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട തിയറീസ് ആണ്. ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80G is allowed in respect of donation to certain funds and charitable institution. നമ്മളിപ്പോൾ പറഞ്ഞു, ചില ഫണ്ടിലോട്ടുള്ള അതേപോലെ ചില ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷനിലോട്ടുള്ള ഡൊണേഷൻസ് ആണ്. ആ ഡൊണേഷൻസിന് ഡിഡക്ഷൻ കിട്ടുന്നതാണ് സെക്ഷൻ 80G എന്ന് പറയുന്നത്. ഡൊണേഷൻ ഇൻ ക്യാഷ് എക്സീഡിങ് ₹2000 ഈസ് നോട്ട് എലിജിബിൾ ഫോർ ഡിഡക്ഷൻ. അതായത് ഡൊണേഷൻ ക്യാഷ് ആയിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ, ക്യാഷ് ആയിട്ട് 2000-ൽ കൂടുതൽ രൂപ ക്യാഷ് ആയിട്ട് ഡൊണേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ 80G പ്രകാരം നമുക്ക് എന്ത് കിട്ടില്ല? ഡിഡക്ഷൻ കിട്ടില്ല. അപ്പോൾ ഡൊണേഷൻ നമ്മൾ 80Gയിൽ പറയുന്നത് ഡൊണേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അതിൽ തന്നെ പറയുന്നൊരു കാര്യം, ഈ നമ്മൾ ഡൊണേറ്റ് ചെയ്യുന്നത് 2000-ൽ കൂടുതൽ രൂപ ക്യാഷിലാണെങ്കിൽ അത് നമുക്ക് 80G പ്രകാരം നമുക്ക് ഡിഡക്ഷൻ കിട്ടില്ല. ഇനി therefore പേയ്മെന്റ് മസ്റ്റ് ബി ത്രൂ ബാങ്ക്. അപ്പോൾ ഈ 2000-ൽ കൂടുതൽ എമൗണ്ട് വരുന്നത് ത്രൂ ബാങ്ക് വഴിയായിരിക്കണം. ഇവർ എന്ത് ചെയ്യുന്നത്? ട്രാൻസ്ഫർ ചെയ്യുന്നത്, ഡൊണേറ്റ് ചെയ്യുന്നത് ബാങ്ക് വഴിയായിരിക്കണം. ക്യാഷ് ആയിട്ട് 2000-ൽ കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടില്ല? ഡിഡക്ഷൻ കിട്ടില്ല. മോറോവർ ഡൊണേഷൻ ഇൻ കൈൻഡ് ഈസ് നോട്ട് എലിജിബിൾ ഫോർ ഡിഡക്ഷൻ. അതായത് ഈ പറഞ്ഞ, അതായത് നമുക്ക് ത്രൂ ബാങ്ക് വഴി മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, അല്ലെങ്കിൽ അങ്ങനെ ഡൊണേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിന് എന്ത് കിട്ടൂ? ഡിഡക്ഷൻ കിട്ടൂ. ഡൊണേഷന് ഇൻ കൈൻഡ്, അതായത് മറ്റ് പലതരത്തിലുള്ള, അതായത് ചിലപ്പോൾ ഇപ്പോൾ ബുക്സ് ആയിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബാങ്ക് വഴി അല്ലാതെ, അതായത് പൈസ അല്ലാതെ മറ്റ് രീതിയിലുള്ള ഡൊണേഷൻ എന്ന് പറയുന്നത് നമുക്ക് 80Gയിൽ ഡിഡക്ഷൻ കിട്ടുന്ന കാര്യമല്ല. ഇനി in normal case donation must not be more than 10% of gross total income. അപ്പോൾ ഇൻകം ടാക്സിൽ നമ്മൾ ഈ പറയുന്ന ഡിഡക്ഷൻസ് ഒക്കെ നമ്മൾ കുറക്കുന്നത് ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്നാണ്, അല്ലേ? ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്നാണ് ലെസ് സെക്ഷൻ 80C ടു 80U നമ്മൾ കുറക്കുന്നത്. അപ്പോൾ നമ്മൾ 80Gയും അതിൻ്റെ 80C മുതൽ 80U വരെ വരുന്ന ഡിഡക്ഷൻസിൽ ഒന്നാണ് 80G എന്ന് പറയുന്നത്. അപ്പോൾ ഈ 80G കുറക്കുന്ന സമയത്ത് നമ്മൾ നോക്കേണ്ടത് ഈ ഡൊണേഷൻ എന്ന് പറയുന്നത് ഒരിക്കലും ഗ്രോസ് ടോട്ടൽ ഇൻകത്തിന്റെ 10% കൂടാൻ പാടില്ല. അപ്പോൾ ഡൊണേഷൻ, അതായത് ചിലപ്പോൾ 1-2 ഡൊണേഷൻ മാത്രമായിരിക്കില്ല നമുക്ക് തന്നിട്ടുണ്ടാവുക, കുറേ ഡൊണേഷൻസ് ഉണ്ടെങ്കിൽ ഇത് നമ്മൾ നോക്കേണ്ടത് ഗ്രോസ് ടോട്ടൽ ഇൻകത്തിന്റെ 10% കൂടാൻ വേണ്ടി പാടില്ല. ഓക്കെ, ദിസ് ലിമിറ്റ് ഈസ് നോട്ട് അപ്ലിക്കബിൾ ഇൻ സ്പെസിഫൈഡ് കേസസ്. ചില കേസസിൽ ഈ ഒരു ലിമിറ്റ് ബാധകമല്ല. Then further only 50% of the donation is deductible under section 80G. അപ്പോൾ ഇങ്ങനെ വരുന്ന കേസിൽ, അതായത് 10% ഓഫ് ഗ്രോസ് ടോട്ടൽ ഇൻകത്തിനേക്കാൾ കൂടാൻ പാടില്ല എന്ന് പറയുന്ന കേസിൽ 50% മാത്രമേ നമുക്ക് ഡിഡക്ഷൻ കിട്ടൂ. ദെൻ ഇൻ സ്പെസിഫൈഡ് കേസസ് 100% is deductible. ചില കേസിൽ, അതായത് നമ്മൾ പറഞ്ഞ ചില കേസസിൽ നമുക്ക് ഈ 10%-നേക്കാൾ കൂടാം, ആ കേസിൽ 100% ഡിഡക്ഷനും നമുക്ക് എന്ത് ചെയ്യും? കിട്ടും. ഇൻ ഷോർട്ട് ഡൊണേഷൻ മേ ബി ഓഫ് 4 types as mentioned below. ഇനി ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഡൊണേഷൻ എന്ന് പറയുന്നത് 4 തരത്തിലാണുള്ളത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഡൊണേഷൻ എന്ന് വെച്ചാൽ 4 തരത്തിലാണുള്ളത്. അതിൽ ഫസ്റ്റ്, അത് മെയിനായിട്ട് നമ്മൾ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യും. ഒന്ന് വിത്തൗട്ട് ലിമിറ്റും വിത്ത് ലിമിറ്റും. വിത്തൗട്ട് ലിമിറ്റും വിത്ത് ലിമിറ്റും. ഇനി വിത്തൗട്ട് ലിമിറ്റിൽ തന്നെ 100%-ഉം 50%-ഉം ഉണ്ട്. വിത്ത് ലിമിറ്റിലും 100%-ഉം 50%-ഉം ഉണ്ട്. ഇങ്ങനെയാണ് ഈ 4 കാറ്റഗറി വരുന്നത്. അപ്പോൾ മെയിനായിട്ട് നമ്മൾ ഡൊണേഷനെ 2ആയിട്ട്, ഒന്ന് വിത്തൗട്ട് ലിമിറ്റും, ലിമിറ്റ് ഇല്ലാതെയും, ഒന്ന് വിത്ത് ലിമിറ്റോടുകൂടി ഉണ്ട്. അപ്പോൾ വിത്തൗട്ട് ലിമിറ്റിൽ 100 ഉണ്ട്, 50 ഉണ്ട്. വിത്ത് ലിമിറ്റിൽ 100 ഉണ്ട്, 50 ഉണ്ട് പെർസെൻറ്റേജ് ഉണ്ട്. ഓക്കെ, ഈ കാര്യം ഓർത്തിരിക്കുക. അതാണ് ഈ 4 ടൈപ്സ് എന്ന് പറയുന്നത്. ഒന്ന് ഡൊണേഷൻ ഫോർ വിച്ച് നോ ലിമിറ്റ് ഈസ് ആപ്ലിക്കബിൾ ആൻഡ് 100% ഡിഡക്ഷൻ ഈസ് അലൗഡ്. അതായത് വിച്ച് നോ ലിമിറ്റ് ഈസ് ആപ്ലിക്കബിൾ എന്ന് പറഞ്ഞാൽ വിത്തൗട്ട് ലിമിറ്റിൽ ഫസ്റ്റ് പറഞ്ഞത് 100%.
ദെൻ വിത്തൗട്ടിൽ 50%, ദെൻ വിത്ത് ലിമിറ്റിൽ 100%, വിത്ത് ലിമിറ്റിൽ 50%. ഇതിൽ ഓരോന്നിലും വരുന്ന ഐറ്റംസ് നമുക്ക് പഠിക്കാനുണ്ട്. ഈ ATG എന്ന് പറയുന്നത് ന്യൂ റിജീം പ്രകാരം എന്താണ് നമുക്ക് ഡിഡക്ഷൻ കിട്ടുന്ന ഒരു ഐറ്റം അല്ല, പക്ഷെ നമ്മുടെ ഓൾഡ് റിജീം പ്രകാരം ATG പറയുന്നുണ്ട്. ഇനി നോക്കാം, മാക്സിമം ലിമിറ്റ് ഫോർ സെക്ഷൻ 80G ഈസ് 10% ഓഫ് ഗ്രോസ് ടോട്ടൽ ഇൻകം. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഗ്രോസ് ടോട്ടൽ ഇൻകത്തിന്റെ 10%-നേക്കാൾ കൂടുതൽ ATG എന്ന് പറയുന്ന സെക്ഷനിൽ നമുക്ക് എന്താണ് ഡിഡക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഗ്രോസ് ടോട്ടൽ ഇൻകത്തിന്റെ 10% കാണാം, അതിനേക്കാൾ കുറവായിരിക്കണം നമ്മുടെ എന്താണ് ഡൊണേഷൻ, നമുക്ക് എന്താണ് ഡിഡക്ഷൻ കിട്ടുന്ന ഡൊണേഷൻ എന്ന് പറയുന്നത്. ഹവർ ഫോർ ATG പർപ്പസ് ഗ്രോസ് ടോട്ടൽ ഇൻകം ഈസ് ടു ബി കമ്പ്യൂട്ടഡ് ആസ് ഫോളോസ്. അതായത് ഈ നമ്മൾ പറഞ്ഞു ഗ്രോസ് ടോട്ടൽ ഇൻകത്തിന്റെ 10%-നേക്കാൾ കൂടാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഗ്രോസ് ടോട്ടൽ ഇൻകം ഈ ഒരു ATGക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു സെപ്പറേറ്റ് ആയിട്ട് ഗ്രോസ് ടോട്ടൽ ഇൻകം കാണാറുണ്ട്. നമ്മൾ നോർമലി കാണുന്നത് 5 ഹെഡ്സും ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ബാക്കി ക്ലബിങ്ങും സെറ്റ് ഓഫ് ഒക്കെ കഴിഞ്ഞ് നമുക്ക് കിട്ടുന്നതാണ് ഗ്രോസ് ടോട്ടൽ ഇൻകം. പക്ഷെ ഇവിടെ ATGക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകിച്ച് ഒരു ഗ്രോസ് ടോട്ടൽ ഇൻകം കാണാറുണ്ട്. അപ്പോൾ അത് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ പോലെ എന്ത് ചെയ്യുക, ഗ്രോസ് ടോട്ടൽ ഇൻകം കാണാം. നമ്മൾ 5 ഹെഡും ആഡ് ചെയ്തു, അതിന് ക്ലബിങ്ങും സെറ്റ് ഓഫ് ഒക്കെ ചെയ്ത് നമുക്ക് ഗ്രോസ് ടോട്ടൽ ഇൻകം കിട്ടുമല്ലോ. ആ കിട്ടുന്നതിൽ നിന്നും നമ്മൾ കുറക്കേണ്ട കുറച്ച് ഐറ്റംസ് ഉണ്ട്. അത് കുറച്ച് കഴിയുമ്പോൾ കിട്ടുന്നതാണ് നമ്മൾ ATGയുടെ പർപ്പസിന്റെ ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത്. നോക്കാം, അതിൽ ഒന്നാമത്തെ ഗ്രോസ് ടോട്ടൽ ഇൻകം, നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഗ്രോസ് ടോട്ടൽ ഇൻകം, അത് നമുക്കറിയാലോ 5 ഹെഡും, അതായത് ഇൻകം ഫ്രം സാലറി, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, ദെൻ ബിസിനസ് ഇൻകം, ക്യാപിറ്റൽ ഗെയിൻ ആൻഡ് അതർ സോഴ്സ് ആഡ് ചെയ്യുക. അതിൽ നിന്ന് ക്ലബിങ്ങും സെറ്റ് ഓഫ് ഒക്കെ ചെയ്ത ശേഷം കിട്ടുന്നതാണ് നമ്മുടെ ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത്. ഇനി ഈ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് ATGയുടെ ഗ്രോസ് ടോട്ടൽ ഇൻകം നമുക്ക് കണ്ടുപിടിക്കണം. ATGയുടെ ഗ്രോസ് ടോട്ടൽ ഇൻകം കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്യേണ്ടത്, ഒന്ന് താഴെ പറയുന്ന കാര്യങ്ങൾ കുറക്കണം. അതായത് ഈ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് ഞാൻ പറയുന്ന കാര്യങ്ങൾ കുറക്കണം. അതിൽ ഒന്നാമത്തതാണ് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ സ്പെസിഫൈഡ് ഇൻ സെക്ഷൻ 111A. അതായത് STCG 111A നിങ്ങൾ കഴിഞ്ഞ സെമ്മിൽ കേട്ടിട്ടുള്ള ഒരു കാര്യമായിരിക്കും. STCG 111A ക്വസ്റ്റ്യനിൽ അങ്ങനെ തന്നെ തരും. അതായത് സെക്ഷൻ 111A പ്രകാരമുള്ള STCG, അതായത് വെറും STCG എന്ത് ചെയ്യേണ്ട, കുറക്കണ്ട. ഒരു കാര്യം STCG എന്ന് മാത്രം തന്നാൽ നമ്മൾ എന്ത് ചെയ്യേണ്ട, കുറക്കണ്ട. STCG എന്ന സെക്ഷൻ 111A അല്ലെങ്കിൽ STT പെയ്ഡ് എന്നോ 111A എന്നൊക്കെ തരുവാണെങ്കിൽ നമ്മളത് കുറക്കണം. വെറും STCG നമ്മൾ എടുക്കണ്ട. ഇനി LTCG STCG നമ്മൾ പറഞ്ഞ 111A അല്ലെങ്കിൽ STT പെയ്ഡ് 111, 115 നമുക്ക് എടുക്കാം. STT പെയ്ഡ് എന്നുണ്ടെങ്കിൽ നമ്മൾ കുറക്കണം. LTCG എന്ന് മാത്രം തന്നാലും നമ്മൾ എന്ത് ചെയ്യണം, കുറക്കണം. അപ്പോൾ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ നമ്മൾ എന്ത് ക്വസ്റ്റ്യനിൽ ഉണ്ടെങ്കിൽ നമ്മൾ കുറക്കണം. ഇനി STCG ആണെങ്കിൽ, ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണെങ്കിൽ 111A അല്ലെങ്കിൽ 115 അല്ലെങ്കിൽ STT പെയ്ഡ് എന്നൊക്കെ തന്നാൽ മാത്രമേ എടുക്കണ്ടൂ. അല്ലാതെ എന്താണ് STCG എന്ന് മാത്രം തന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതിൽ എന്ത് ചെയ്യണ്ട, കുറക്കണ്ട. ദെൻ നമ്മൾ നേരത്തെ പറഞ്ഞ 115 സെക്ഷൻ 115 എന്ന് ഏതെങ്കിലും സെക്ഷൻ തരുവാണെങ്കിൽ അത് കുറക്കണം. ദെൻ ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80C to 80U എക്സെപ്റ്റ് അണ്ടർ സെക്ഷൻ 80G. ഇനിയാണ് പ്രധാനപ്പെട്ടത് 80C മുതൽ 80U വരെ. അതിൽ 80G ഒഴിവാക്കിയിട്ട് ബാക്കി എല്ലാ സെക്ഷൻസും നമ്മൾ എന്ത് ചെയ്യണം, ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് കുറക്കണം. അപ്പോൾ ഒന്നുകൂടി പറയാം, നമ്മൾ ആദ്യം ഗ്രോസ് ടോട്ടൽ ഇൻകം കണ്ടുപിടിക്കും, സാധാരണ പോലെ ഗ്രോസ് ടോട്ടൽ ഇൻകം കണ്ടുപിടിക്കും. അതിൽ നിന്ന് നമ്മൾ ATGക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു ഗ്രോസ് ടോട്ടൽ ഇൻകം നമുക്ക് കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഈ ഗ്രോസ് ടോട്ടൽ ഇൻകം, ആദ്യത്തെ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് കുറക്കേണ്ടതായിട്ടുണ്ട്. ആ കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന് STCG അണ്ടർ സെക്ഷൻ 111A. STCG അണ്ടർ സെക്ഷൻ 111A എന്ന് തരുവാണെങ്കിലോ അല്ലെങ്കിൽ STT പെയ്ഡ് എന്ന് തന്നാലോ അല്ലെങ്കിൽ 115 എന്ന് തന്നാലോ നമുക്ക് എന്ത് ചെയ്യാം, അത് കുറക്കാം. അല്ലെങ്കിൽ ഏതെങ്കിലും സെക്ഷൻ 115 തന്നിട്ടുണ്ടെങ്കിൽ കുറക്കാം. ദെൻ അതായത് വെറും STCG അല്ലെങ്കിൽ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്ന് തന്നു കഴിഞ്ഞാൽ കുറക്കണ്ട. ദെൻ LTCG ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്ന് തന്നാൽ തന്നെ എന്ത് ചെയ്യണം, നമ്മൾ കുറക്കണം. അതിന്റെ കൂടെ വേറെ ഒന്നും ഉണ്ടാവില്ല, LTCG എന്ന് തന്നാൽ കുറക്കണം. ദെൻ പിന്നെ കുറക്കേണ്ടത് 80C മുതൽ 80U വരെയുള്ള ഡിഡക്ഷൻസ് കുറക്കണം. 80C മുതൽ 80U വരെയുള്ള ഡിഡക്ഷൻസ് കുറക്കണം. എക്സെപ്റ്റ് ATG ആണല്ലോ നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ATG ഒഴികെ, ഡൊണേഷൻസ് ഒഴികെ ബാക്കി അതിൽ തന്നിട്ടുള്ള ATC, ATDD നമ്മൾ നോക്കിയിട്ടുള്ള ആ സെക്ഷൻസിൽ അല്ലെങ്കിൽ 80U വരെയുള്ള സെക്ഷൻസിൽ തരുന്ന എല്ലാ ഡിഡക്ഷൻസും കുറച്ച് കഴിയുമ്പോൾ കിട്ടുന്നതാണ് ATGയുടെ ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത്. ഈ പറയുന്ന ഐറ്റംസ് ഒക്കെ കുറച്ച് കിട്ടുന്നതാണ് ATGയുടെ എന്താണ്
ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത്. അപ്പോൾ മനസ്സിലായി എന്ന് ചോദിക്കുന്ന ഒരു പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് നമുക്കത് മനസ്സിലാവും. ഓക്കെ, ഒന്ന് രണ്ട് പ്രോബ്ലംസ് നമുക്ക് നോക്കാം. അപ്പോൾ അത് പറയുന്ന സമയത്ത് പ്രോബ്ലംസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ക്ലിയർ ആവും. ഇവിടെ ചെയ്യേണ്ട ഗ്രോസ് ടോട്ടൽ ഇൻകം സാധാരണ പോലെ കണ്ടുപിടിക്കുക. അതിൽ നിന്ന് STCG 111, 115 STT പെയ്ഡ് എന്ന് തന്നാൽ കുറക്കുക, LTCG കുറക്കുക, ദെൻ 80C മുതൽ 80U വരെയുള്ള കുറക്കുക, എക്സെപ്റ്റ് ATG ഒഴികെയുള്ള ബാക്കി എല്ലാ ഐറ്റംസ് കുറക്കാം. ഇനി നമ്മൾ നോക്കുന്നത് ഈ വിത്തൗട്ടിലും വിത്ത് ലിമിറ്റിലും നമുക്ക് വരുന്ന ഐറ്റംസ് ആണ്. ഇതിൽ നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് വിത്തൗട്ടിൽ 100% നിങ്ങൾ കുറച്ച് ഐറ്റംസ് എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. ദെൻ വിത്തൗട്ടിൽ 50% വരുന്നത് നിങ്ങൾക്ക് പെട്ടെന്ന് ഓർത്തിരിക്കാൻ പറ്റും. അതേപോലെ വിത്തിൽ 100ഉം 50ഉം ഓർത്തിരിക്കാൻ പറ്റും. അപ്പോൾ ബാക്കിയുള്ളത് ഏതായിരിക്കും? വിത്തൗട്ടിൽ 100 ആയിരിക്കും. അപ്പോൾ വിത്തൗട്ടിൽ 100ൽ വരുന്നത് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. കൂടുതലും ക്വസ്റ്റ്യനിൽ റിപ്പീറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ഓർത്തിരിക്കുക. അതിൽ വരുന്നതാണ് ഒന്ന് നാഷണൽ ഡിഫൻസ് ഫണ്ട്. അതായത് ഇതിലോട്ടൊക്കെയുള്ള കോൺട്രിബ്യൂഷൻസ് അല്ലെങ്കിൽ ഡൊണേഷൻസ് ആണ്. നാഷണൽ ഡിഫൻസ് ഫണ്ട്, പ്രൈം മിനിസ്റ്റേഴ്സ് നാഷണൽ റിലീഫ് ഫണ്ട്, ഇത് ഓർത്തിരിക്കണേ. പ്രൈം മിനിസ്റ്റേഴ്സ് നാഷണൽ റിലീഫ് ഫണ്ട്. ദെൻ PM കെയേഴ്സ് ഫണ്ട്, അതായത് പ്രൈം മിനിസ്റ്റർ സിറ്റിസൺ അസിസ്റ്റൻസ് ആൻഡ് റിലീഫ് ഇൻ എമർജൻസി സിറ്റുവേഷൻ ഫണ്ട്, PM കെയേഴ്സ് ഫണ്ട്. ദെൻ പ്രൈം മിനിസ്റ്റേഴ്സ് അർമേനിയ എർത്ത് റിലീഫ് ഫണ്ട്. ആഫ്രിക്ക പബ്ലിക് കോൺട്രിബ്യൂഷൻ ഇന്ത്യ ഫണ്ട്, അല്ലെങ്കിൽ ആഫ്രിക്ക ഫണ്ട്. നാഷണൽ ഫൗണ്ടേഷൻ ഫോർ കമ്മ്യൂണൽ ഹാർമണി. എ യൂണിവേഴ്സിറ്റി ഓർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് നാഷണൽ എമിനൻസ്, അത് ഓർത്തിരിക്കുക. നാഷണൽ എമിനൻസ്, യൂണിവേഴ്സിറ്റി ഓഫ് നാഷണൽ എമിനൻസ് ഓർത്തിരിക്കുക. ചീഫ് മിനിസ്റ്റേഴ്സ് എർത്ത് റിലീഫ് ഫണ്ട്, മഹാരാഷ്ട്ര. ചീഫ് മിനിസ്റ്റേഴ്സ് എർത്ത് റിലീഫ് ഫണ്ട്, മഹാരാഷ്ട്ര. ജില്ലാ സാക്ഷരതാ സമിതി, ഇത് ഓർത്തിരിക്കണേ. ജില്ലാ സാക്ഷരതാ സമിതി. ദെൻ നാഷണൽ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കൗൺസിൽ ഓർ എനി സ്റ്റേറ്റ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കൗൺസിൽ, അന്ന് കൂടുതലായിട്ട് ക്വസ്റ്റ്യനിൽ കാണാറില്ല. സ്റ്റേറ്റ് ഗവൺമെന്റ് ഫണ്ട് ഓർ മെഡിക്കൽ റിലീഫ് ടു ദ പുവർ. വെൽഫെയർ ആൻഡ് ബിനോവലന്റ് ഫണ്ട് ഓഫ് ദ ആർമി, എയർഫോഴ്സ് ആൻഡ് നേവി. ദെൻ കൂടുതലും കാണുന്നത് നാഷണൽ ഇൽനെസ് അസിസ്റ്റന്റ് ഫണ്ട്, ചീഫ് മിനിസ്റ്റേഴ്സ് റിലീഫ് ഫണ്ട്. ഈ ചീഫ് മിനിസ്റ്റേഴ്സ് പ്രൈം മിനിസ്റ്റേഴ്സ് ഒക്കെ ജസ്റ്റ് ഓർത്തിരിക്കുക. ദെൻ അതിൽ വരുന്നത് നാഷണൽ സ്പോർട്സ് ഫണ്ട്, ദെൻ നാഷണൽ കൾച്ചറൽ ഫണ്ട്, ഫണ്ട് ഫോർ ടെക്നോളജി ഡെവലപ്മെന്റ് ആൻഡ് ആപ്ലിക്കേഷൻ സെറ്റപ്പ് ബൈ ദ സെൻട്രൽ ഗവൺമെന്റ്. ദെൻ എനി ഫണ്ട് സെറ്റപ്പ് ബൈ ദ സ്റ്റേറ്റ് ഗവൺമെന്റ്. ദെൻ നാഷണൽ ട്രസ്റ്റ് ഫോർ വെൽഫെയർ പേഴ്സൺസ് വിത്ത് ഓട്ടിസം, സെറിബ്രൽ പ്ലാസി, മെന്റൽ റിട്ടാർഡിയേഷൻ ആൻഡ് മൾട്ടിപ്പിൾ ഡിസബിലിറ്റീസ്, അതൊന്നും ഓർത്തിരുന്നു. നാഷണൽ ചിൽഡ്രൻസ് ഫണ്ട് ഓർത്തിരിക്കുക. സ്വച്ഛ് ഭാരത് ഘോഷ ഓർത്തിരിക്കുക. ക്ലീൻ ഗംഗ ഫണ്ട് ഓർത്തിരിക്കുക. നാഷണൽ ഫണ്ട് ഫോർ കൺട്രോൾ ഓഫ് ഡ്രഗ് അബ്യൂസ് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എന്താണ് ATGയിൽ വിത്തൗട്ടിൽ 100ൽ വരുന്നത്. ഞാൻ വീണ്ടും പറയുന്നു, വിത്തൗട്ടിൽ 50ഉം വിത്തിൽ 100ഉം 50ഉം നിങ്ങൾ എന്ത് ചെയ്യുക, കാണാതെ തന്നെ പഠിക്കുക. അതൊരു 2-3 ഐറ്റംസ് വരുന്നതേ ഉള്ളൂ. ബാക്കി വരുന്നത് എന്താണ് 100% വിത്തൗട്ടിൽ 100ന്റെ ജസ്റ്റ് ഒന്ന് എന്താണ് ഒരു ഞാനിപ്പോൾ പറഞ്ഞ ഇമ്പോർട്ടൻ്റ് പറഞ്ഞത് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ദെൻ വിത്തൗട്ട് ലിമിറ്റിൽ 50 വരുന്നത് ഒന്ന് മാത്രമേ ഉള്ളൂ. അത് പ്രൈം മിനിസ്റ്റേഴ്സ് ഡ്രോട്ട് റിലീഫ് ഫണ്ടാണ്. പ്രൈം മിനിസ്റ്റേഴ്സ് ഡ്രോട്ട് റിലീഫ് ഫണ്ട്, മാറിപ്പോകരുത്. പ്രൈം മിനിസ്റ്റേഴ്സ് ഡ്രോട്ട് റിലീഫ് ഫണ്ട്, പ്രൈം മിനിസ്റ്റേഴ്സ് ഡ്രോട്ട് റിലീഫ് ഫണ്ട്, PMDRF, അത് ഓർത്തിരിക്കുക. അത് 50%ലാണ് വരുന്നത്. ഇനി വിത്ത് ലിമിറ്റിൽ 100% വരുന്നത്, വിത്തിൽ 100% വരുന്നത്, ഇതിൽ നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് ഫാമിലി പ്ലാനിങ് കൂടുതൽ ക്വസ്റ്റ്യനും ചോദിക്കുന്നതാണ്. വിത്തിൽ 100 ഫാമിലി പ്ലാനിങ്. ഇതൊക്കെ എന്താണെന്ന് നമുക്ക് നോക്കാം. മീൻസ് 100 അല്ലെങ്കിൽ 50 വരുന്നത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഇതൊക്കെ എന്താണെന്നൊന്നും നമുക്ക് പഠിക്കാനില്ല, പക്ഷെ ഇതെങ്ങനെയാണ് ഇതിൽ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ദെൻ വിത്ത് ലിമിറ്റിൽ 50% വരുന്നത് കൂടുതലും വരുന്നത് ഡൊണേഷൻസ് ടു എന്താണ് ചാരിറ്റബിൾ പർപ്പസിന് വേണ്ടിയിട്ടുള്ള ഡൊണേഷൻസ് ആണ്. ചാരിറ്റബിൾ പർപ്പസ്. ഓക്കെ, നോക്കാം. ദ ഗവൺമെന്റ് ഓർ എനി അതോറിറ്റി ടു ബി യൂട്ടിലൈസ്ഡ് ഫോർ ചാരിറ്റബിൾ പർപ്പസ്. ദെൻ എല്ലാം അത് തന്നെയാണ്. ടെമ്പിള്, മൊസ്ക്യൂ, ചർച്ച് തുടങ്ങിയവ എന്താണ് ചാരിറ്റബിൾ പർപ്പസിന് വേണ്ടിയിട്ട് ഡൊണേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് എന്താണ് വിത്തിൽ 50% വരുന്നത്. അപ്പോൾ ഓർത്തിരിക്കേണ്ടത് വിത്തൗട്ടിൽ 50 വരുന്നത് പ്രൈം മിനിസ്റ്റേഴ്സ് ഡ്രോട്ട് റിലീഫ് ഫണ്ടാണ്. വിത്ത് ലിമിറ്റിൽ 100% ഫാമിലി പ്ലാനിങ്ങും 50% ചാരിറ്റബിൾ പർപ്പസിന് വേണ്ടിയിട്ടുള്ള ഡൊണേഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് വിത്തൗട്ടിൽ 100% എന്താണ് മനസ്സിലാക്കാൻ
ഒരുപാട് എന്താണ് മെനക്കെടേണ്ടി വരില്ല. ബാക്കി 3 നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ അതിൽ വരുന്ന ഐറ്റംസ് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കണേ. കാരണം ഇല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് എടുക്കേണ്ടാത്ത ഐറ്റംസ് ഒക്കെ ക്വസ്റ്റ്യനിൽ വരാം. അപ്പം നമുക്ക് അതൊന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യുക, ഈ വിത്തൗട്ടിൽ 100 വരുന്നത് നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ മെയിൻ എന്താണ് തിയറിയിൽ വരുന്നത്. ഇനി നമുക്കിത് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നുള്ളൊരു പ്രോബ്ലം നമുക്ക് എന്ത് ചെയ്യാം, വർക്കൗട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ ATGയുടെ ഒരു ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ട്, നോക്കാം. മിസ്റ്റർ അരവിന്ദ് ഡൊണേറ്റഡ് ദ ഫോളോയിങ് എമൗണ്ട്സ്. അതിലൊന്ന് PMKS ഫണ്ട് 40,000, സ്വച്ഛ് ഭാരത് കോഷ് 20,000, അപ്രൂവ്ഡ് ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ 1,50,000, aid to poor students 2,000, books donated to a college approved under section ATG 6,000, state government for promotion of family planning rupees 30,000, Jain University of National Eminence 10,000. ഇതാണ് ഡൊണേഷനുമായിട്ട് ബന്ധപ്പെട്ട് തന്നിട്ടുള്ളത്. പിന്നെ തന്നിട്ട് നോക്കാം, GTI for the year was 8,25,000, which includes LTCG 25,000 and STCG rupees 5,000 on transfer of equity share under section 111. He has incurred an expenditure of rupees 60,000 on the medical treatment of his handicapped dependent. Calculate deduction under section ATG. Okay, ATGയുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം ആണിത്. അപ്പോൾ ആദ്യം നമുക്ക് ക്വസ്റ്റ്യൻ കിട്ടിയ സമയത്ത് തന്നെ നമ്മൾ ഈ ഡൊണേഷൻ്റെ കേസിൽ നമ്മൾ നോക്കേണ്ടത് ഏതൊക്കെയാണ്, അതായത് വിത്തൗട്ടിൽ 100% വരുന്നത്, വിത്തൗട്ടിൽ 50 വരുന്നത്, വിത്തിൽ 100 വരുന്നത്, വിത്തിൽ 50 വരുന്നത്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ നോക്കിയേ, PMKS ഫണ്ട്. PMKS ഫണ്ട് നമ്മൾ ഏതിലാണ് പറഞ്ഞത്, ആദ്യം പറഞ്ഞാണല്ലോ, വിത്തൗട്ടിൽ 100 വരുന്നതാണ് ഇത് PMKS ഫണ്ട്. ഓക്കെ, സ്വച്ഛ് ഭാരത് ഘോഷ് അതും വിത്തൗട്ടിൽ 100 വരുന്നതാണ്. ദെൻ അപ്രൂവ്ഡ് ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ, രണ്ടാമത്തെ വിത്ത് ലിമിറ്റിൽ വരുന്നതാണ്. വിത്ത് ലിമിറ്റിൽ 100 ഉണ്ട് 50 ഉണ്ട്. ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ ഏറ്റവും ലാസ്റ്റ് പറയുന്നത്. അപ്പോൾ വിത്ത് ലിമിറ്റിൽ 50 വരുന്നതാണ് ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇത് രണ്ടും 100 ആണ്. ഓക്കെ, എയ്ഡ് ടു പുവർ സ്റ്റുഡൻസ്, അതേപോലെ ബുക്സ് ഡൊണേറ്റഡ് ടു എ കോളേജ് അപ്രൂവ്ഡ് അണ്ടർ സെക്ഷൻ ATG. നമ്മൾ പറഞ്ഞ ഡൊണേഷൻ ഇൻ കൈൻഡ് നമ്മൾ എന്ത് ചെയ്യാറില്ല, നമുക്ക് ATG പ്രകാരം ഡിഡക്ഷൻ ഇല്ല. അപ്പോൾ ഈ 2 ഐറ്റം നമ്മൾ എന്ത് ചെയ്യണം, എടുക്കുന്നത് ഡൊണേഷൻ ഇൻ കൈൻഡ് ആണ്. അതായത് ക്യാഷ് ആയിട്ടല്ല, ഇത് എയ്ഡ് എന്ന് പറഞ്ഞാണ് കൊടുക്കുന്നത്, ബുക്സ് ആയിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ഡൊണേഷൻ ഇൻ കൈൻഡ് നമുക്ക് ATGയിൽ ഡിഡക്ഷൻ ഇല്ല. സ്റ്റേറ്റ് ഗവൺമെൻറ് ഫോർ പ്രൊമോഷൻ ഓഫ് ഫാമിലി പ്ലാനിങ് നമ്മൾ പറഞ്ഞതാണല്ലേ, ഫാമിലി പ്ലാനിങ് വിത്ത് ലിമിറ്റിൽ വരുന്നതാണ്. വിത്ത് ലിമിറ്റിൽ 100 ആണ് ഫാമിലി പ്ലാനിങ്. ഓർത്തിരിക്കുക. ജെയിൻ യൂണിവേഴ്സിറ്റി നാഷണൽ എമിനൻസ്, യൂണിവേഴ്സിറ്റി ഓഫ് നാഷണൽ എമിനൻസ് ഞാൻ ഓർത്തിരിക്കാൻ പറഞ്ഞതാണ്. ഇത് വിത്തൗട്ടിൽ 100 വരുന്നതാണ്. ഓക്കെ, ഇത്രയാണ് ഡൊണേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്. അപ്പോൾ അതിൽ ഓർത്തിരിക്കേണ്ടത്, ഒന്ന് ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടെങ്കിൽ അത് വിത്തിൽ 50 ആണ്, ഫാമിലി പ്ലാനിങ് ഉണ്ടെങ്കിൽ അത് വിത്തിൽ 100 ആണ്. ഓക്കെ, ഇനി വിത്തൗട്ടിൽ 100% വരുന്നതാണ് ഈ പറയുന്ന ഐറ്റംസ് ഒക്കെ. അതിലാണ് കുറച്ച് ഐറ്റംസ് കൂടുതൽ വരുന്നത്. ഓക്കെ, പിന്നെ വിത്തൗട്ടിൽ 50 ഈ ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. അത് പ്രൈം മിനിസ്റ്റേഴ്സ് ഡ്രോട്ട് റിലീഫ് ഫണ്ടാണ് വിത്തൗട്ടിൽ 50 വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും തന്നിട്ടുണ്ട്. ഗ്രോസ് ടോട്ടൽ ഇൻകം തന്നിട്ടുണ്ട്. പിന്നെ അതിൽ LTCG ഇൻക്ലൂഡഡ് ആണ്, STCG 111 ഇൻക്ലൂഡഡ് ആണ്. ദെൻ എക്സ്പെൻഡിച്ചർ ഓഫ് 60,000 ഓഫ് ദ മെഡിക്കൽ ട്രീറ്റ്മെന്റ് ഓഫ് ഹിസ് ഹാൻഡിക്യാപ്ഡ് ഡിപ്പെൻഡന്റ്. ഇതേത് സെക്ഷനാണ് വരുന്നത്, ഹാൻഡിക്യാപ്ഡ് ഡിപ്പെൻഡന്റ് അല്ലെങ്കിൽ ഡിസേബിൾഡ് ഡിപ്പെൻഡന്റ് ആണെങ്കിൽ ATDD ആണ്. ATDD ഡിസേബിൾഡ് ഡിപ്പെൻഡന്റ് എന്ന് ഓർത്തിരിക്കാൻ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ATDD കേസിൽ നമുക്കറിയാം ആക്ച്വൽ എക്സ്പെൻഡിച്ചറിന് ഇവിടെ ഇമ്പോർട്ടൻസ് ഇല്ല. ആക്ച്വൽ എത്ര ഇൻകർ ചെയ്താലും അതിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. നോർമൽ ഡിസബിലിറ്റി ക്വസ്റ്റ്യൻ ഒന്നും സ്പെസിഫൈ ചെയ്ത് പറയുന്നില്ലെങ്കിൽ നോർമൽ ഡിസബിലിറ്റി ആണ്. അപ്പോൾ 75,000 ആണ് അവിടെ നമുക്ക് ഡിഡക്ഷൻ ആയിട്ട് കുറക്കാൻ പറ്റാം. ഇനി സിവിയർ ഡിസബിലിറ്റി ആണെങ്കിൽ ഇവിടെ 1,25,000 കുറക്കാം. ഈ ക്വസ്റ്റ്യനിൽ സിവിയർ ആണോ നോർമൽ ആണോ ഒന്നും പറയുന്നില്ല. അപ്പോൾ സിവിയർ ആണെന്ന് പറയാത്തത് കൊണ്ട് നോർമൽ ഡിസബിലിറ്റി, ഹാൻഡിക്യാപ്ഡ് ആണെന്ന് പറയുന്നത് കൊണ്ട് നമുക്ക് നോർമൽ ഡിസബിലിറ്റി ആയിട്ട് എടുക്കാം. അതുകൊണ്ട് 75,000, 60,000 പകരം 75,000 ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കുറക്കേണ്ടത്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുള്ളതാണ്. ATDD ഡിസേബിൾഡ് ഡിപ്പെൻഡന്റ് കേസിൽ നമ്മൾ പറയുന്നത് ആക്ച്വൽ എക്സ്പെൻഡിച്ചറിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. നോർമൽ ഡിസബിലിറ്റി ആണെങ്കിൽ, അതായത് 40%-ൽ കൂടുതൽ ഡിസേബിൾഡ് ആണ്, 80%-നേക്കാൾ കുറവ് ഡിസേബിൾഡ് ആണെങ്കിൽ 75,000 തന്നെ നമ്മൾ കൊടുക്കും. ഇനി 80%-ന് മുകളിൽ ഡിസബിലിറ്റി ഉണ്ടെങ്കിൽ സിവിയർ ഡിസബിലിറ്റി ആണ്. ആ കേസിൽ 1,25,000 നമ്മൾ ഡിഡക്ഷൻ നമുക്ക് കിട്ടും.
അപ്പോൾ ഇത്രയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ഹെഡിങ് കൊടുക്കാം, കമ്പ്യൂട്ടേഷൻ ഓഫ് ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80G. നമുക്കറിയാം ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്ത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്, ഗ്രോസ് ടോട്ടൽ ഇൻകം കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഫസ്റ്റത്തെ ഇത് അല്ലേ. 80Gക്ക് വേണ്ടിയിട്ട് പ്രത്യേകിച്ചൊരു ഗ്രോസ് ടോട്ടൽ ഇൻകം ഉണ്ട്, നമ്മൾ ഓൾറെഡി പറഞ്ഞില്ലേ. അപ്പോൾ അതിന് മുന്നേ ആദ്യം നമ്മുടെ ഗ്രോസ് ടോട്ടൽ ഇൻകം എഴുതണം. അതായത് ക്വസ്റ്റ്യൻ നമുക്ക് എന്താണ് 5 ഹെഡ്സിൻ്റെയും ടോട്ടലായ ഗ്രോസ് ടോട്ടൽ ഇൻകം ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. 8,25,000 ആണ് ഗ്രോസ് ടോട്ടൽ ഇൻകം. 8,25,000 ആണ് ഗ്രോസ് ടോട്ടൽ ഇൻകം. ഇതിൽ നിന്ന് ഇനി എന്തൊക്കെ കുറക്കണം നമുക്കറിയാം. ഫസ്റ്റ് നമ്മളോട് കുറക്കാൻ പറഞ്ഞത് STCG 111 പ്രകാരം STCG ഉണ്ടെങ്കിൽ അത് കുറക്കണം. ഇവിടെ ഉണ്ടോ STCG? ഇല്ലേ, ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എത്രയാണ്? ട്രാൻസ്ഫർ ഓഫ് ഇക്വിറ്റി ഷെയർ ആണ് 111A വരുന്നത്. അപ്പോൾ 5,000 രൂപ STCG ഓൺ ട്രാൻസ്ഫർ ഓഫ് ഇക്വിറ്റി ഷെയർ. ഞാൻ പറഞ്ഞു STCG എന്ന് മാത്രം തന്നു കഴിഞ്ഞാൽ നമ്മൾ എടുക്കണ്ട. STCG ഓൺ ട്രാൻസ്ഫർ ഓഫ് ഇക്വിറ്റി ഷെയർ എന്നോ അല്ലെങ്കിൽ അണ്ടർ സെക്ഷൻ 111, 111A എന്നൊക്കെ തന്നു കഴിഞ്ഞാൽ നമ്മൾ എടുക്കണം. STCG അണ്ടർ സെക്ഷൻ 111 എത്രയാണ്? 5,000 രൂപ. നമുക്ക് ഒന്നിച്ച് കുറക്കാം. ഇനി വേറെന്ത്? LTCG, വെറും LTCG തന്നിട്ടുണ്ടെങ്കിൽ അത് കുറക്കണം. LTCG ഇല്ലേ, ഉണ്ട്. LTCG 25,000 ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. LTCG 25,000. ഇനി നമ്മൾ പിന്നെ പറയുന്നത് 80C മുതൽ 80U വരെ എക്സെപ്റ്റ് 80G 80C to 80U വരെയുള്ള എല്ലാ ഡിഡക്ഷൻസും കുറക്കണം. ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ആകെ തന്നിട്ടുള്ളത് 80, നമ്മൾ ഓൾറെഡി പറഞ്ഞ 80 ആണ്. അപ്പോൾ അത് നമുക്ക് കുറക്കാം. 80 ഡിസേബിൾഡ് ഡിപ്പെൻഡൻ്റ് ആണ്. മാക്സിമം 60,000 ഇവിടെ ഇമ്പോർട്ടൻസ് ഇല്ല, നോർമൽ ഡിസബിലിറ്റി ആയതുകൊണ്ട് 75,000 നമുക്ക് കുറക്കാം. അപ്പോൾ എത്ര വരും? ഇത് ടോട്ടൽ 1,05,000 ആണ് വരിക. അപ്പോൾ ഇത് 8,25,000 നിന്ന് 1,05,000 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഗ്രോസ് ടോട്ടൽ ഇൻകം ഫോർ 80G എത്രയാണ്? 7,20,000. ഓക്കെ, ഗ്രോസ് ടോട്ടൽ ഇൻകം ഫോർ 80Gയുടെ പർപ്പസിന് വേണ്ടിയിട്ടുള്ള ഗ്രോസ് ടോട്ടൽ ഇൻകം ആണ് ഇപ്പോൾ കണ്ടുപിടിച്ചത്, 7,20,000. ഇനി നമ്മൾ ചെയ്യേണ്ടത് 7,20,000 അതായത് 10%. നമ്മൾ പറഞ്ഞു ഡൊണേഷൻ ഒരിക്കലും 10% ഓഫ് എന്താണ് ഗ്രോസ് ടോട്ടൽ ഇൻകത്തിനേക്കാൾ കൂടാൻ പാടില്ല. അങ്ങനെ കൂടിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഫർദർ സ്റ്റെപ്സ് ഉണ്ട്, അതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നോക്കാം. 10% ഓഫ് ഗ്രോസ് ടോട്ടൽ ഇൻകം ആണ്. 10% ഓഫ് ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറയുമ്പോൾ ഏതിൻ്റെ ഗ്രോസ് ടോട്ടൽ ഇൻകം ആണ്? 7,20,000 10%. 7,20,000 10% എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? 72,000 ആണ് ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൻ്റെ 10%, 72,000. ഇനി നോക്കാം ടോട്ടൽ ഡൊണേഷൻ. നോക്കിയേ, ടോട്ടൽ ഡൊണേഷൻ എന്ന് പറയുമ്പോൾ ഒന്ന് PM KS ഫണ്ട് 40,000, സ്വച്ഛ് ഭാരത് ഘോഷ് 20,000, അപ്രൂവ്ഡ് ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ 1,50,000, ദെൻ പ്രൊമോഷൻ ഓഫ് ഫാമിലി പ്ലാനിങ് 30,000, യൂണിവേഴ്സിറ്റി ഓഫ് നാഷണൽ എമിനൻസ് 10,000. ഇത് എല്ലാം ടോട്ടൽ ചെയ്യുക. 40,000, 20,000 പ്ലസ് 1,80,000 പ്ലസ് 30,000 പ്ലസ് 10,000. ഈ എമൗണ്ട് 72,000-നേക്കാൾ കൂടുതലാണോ കുറവാണോ? അതായത് 10% ഓഫ് GTAനേക്കാൾ കൂടുതലാണല്ലേ. ഇവിടെ തന്നെ 1,80,000 വന്നു. അപ്പോൾ GTAയുടെ 10%-നേക്കാൾ ഈ ഡൊണേഷൻ കൂടുതലാണ്. അങ്ങനെ കൂടുതലാണെങ്കിൽ നമ്മൾ ഫർദർ സ്റ്റെപ്സ് നമ്മൾ എടുക്കണം. ഓക്കെ, അപ്പോൾ അതാണ് ഇനി നമ്മൾ നോക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൻ്റെ 10% കാണാം. എന്നിട്ട് എന്ത് ചെയ്യുക? ഡൊണേഷൻ ടോട്ടൽ ചെയ്ത് നോക്കാം. ടോട്ടൽ ചെയ്തത് ഇവിടെ കാണിക്കണം എന്നില്ല, ഡൊണേഷൻ ടോട്ടൽ ചെയ്ത് നോക്കാം. ടോട്ടൽ ചെയ്യുമ്പോൾ ഈ 10% ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൻ്റെ 10%-നേക്കാൾ കൂടുതലാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ആഡ്. ഇവിടെ എല്ലാ വിത്തൗട്ട് ലിമിറ്റ് ഡൊണേഷനും നമ്മൾ എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. എല്ലാ വിത്തൗട്ട് ലിമിറ്റ് ഡൊണേഷനും നമ്മൾ എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക എന്നുള്ളതാണ്. ആഡ് വിത്തൗട്ട് ലിമിറ്റ് ഡൊണേഷൻ. എല്ലാ വിത്തൗട്ട് ലിമിറ്റ് ഡൊണേഷനും എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക എന്നുള്ളതാണ്. എല്ലാ വിത്തൗട്ട് ലിമിറ്റ് ഡൊണേഷനും എന്ത് ചെയ്യുക? ഇവിടെ ആഡ് ചെയ്യുക. ഈ 72,000 കൂടെ ആഡ് ചെയ്യാം. ഇത് നോക്കിയേ, ഒന്ന് PM KS ഫണ്ട് വിത്തൗട്ട് അല്ലേ, വിത്തൗട്ട് ആണ് 40,000. ഇനി സ്വച്ഛ് ഭാരത് ഘോഷ്, സ്വച്ഛ് ഭാരത് ഘോഷ്
എത്രയാണ്? 20,000. ഇനി അപ്രൂവ്ഡ് ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ ഏതാണ്? വിത്ത് ലിമിറ്റ് ആണ്, അപ്പോൾ അത് ആഡ് ചെയ്യേണ്ട. ദെൻ എഡിറ്റീവ് പേർ സ്റ്റുഡൻസ് നമ്മൾ എടുക്കുന്നില്ല, ബുക്സ് ഡൊണേറ്റഡ് എടുക്കുന്നില്ല. ഫാമിലി പ്ലാനിങ് ഏതാണ്? വിത്ത് ലിമിറ്റ് ആണ് അല്ലേ? ഫാമിലി പ്ലാനിങ് വിത്ത് ലിമിറ്റിൽ 100 ആണ്. ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ വിത്ത് ലിമിറ്റിൽ 50 ആണ്. അപ്പോൾ അത് എടുക്കേണ്ട, വിത്തൗട്ട് ആണ് എടുക്കേണ്ടത്. ഓക്കെ. ഇനി യൂണിവേഴ്സിറ്റി ഓഫ് നാഷണൽ എമിനൻസ് ഏതാണ്? വിത്തൗട്ടിൽ 100 ആണ്. അപ്പോൾ യൂണിവേഴ്സിറ്റി ഓഫ് നാഷണൽ എമിനൻസ് എത്രയാണ്? 10,000. ഓക്കെ, കഴിഞ്ഞില്ലേ? ഇത്രയല്ലേ ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുക? ഈ 72,000ൻ്റെ കൂടെ ഇതെന്ത് ചെയ്യുക? 40,000, 20,000, 10,000 എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എത്രയാണ്? 1,42,000 കിട്ടും. 1,42,000. ഈ 1,42,000 എന്ന് പറയുന്നത് ATG പ്രകാരം നമുക്ക് കിട്ടുന്ന മാക്സിമം ക്വാളിഫയിങ് എമൗണ്ട് ആണ്. നമുക്ക് ഡിഡക്ഷൻ കിട്ടുന്ന ATG പ്രകാരം ഡിഡക്ഷൻ കിട്ടുന്ന മാക്സിമം ക്വാളിഫയിങ് എമൗണ്ട് എന്ന് പറയുന്നത് 1,42,000 ആണ്. ഓക്കെ, 7,20,000 ആണ് നമുക്ക് ATG പ്രകാരം ഗ്രോസ് ടോട്ടൽ ഇൻകം കിട്ടിയത്. അതിൻ്റെ 10% നമ്മൾ കണ്ടു. ആ 10%ഓടൊപ്പം നമ്മൾ എല്ലാ വിത്തൗട്ട് ലിമിറ്റ് ഡൊണേഷനും ആഡ് ചെയ്യുന്നു. വിത്തൗട്ട് ലിമിറ്റ് ഡൊണേഷൻ എന്ന് പറയുമ്പോൾ അവിടെ 150 നമുക്ക് ആഡ് ചെയ്യാം. വിത്തൗട്ട് ലിമിറ്റ് ഡൊണേഷൻസ് എല്ലാം ആഡ് ചെയ്യുന്നു. ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് മാക്സിമം ക്വാളിഫയിങ് എമൗണ്ട്. മാക്സിമം ക്വാളിഫയിങ് എമൗണ്ട് എത്രയാണ്? 1,42,000 ആണ് നമുക്ക് ATG പ്രകാരം മാക്സിമം കിട്ടാവുന്ന ഡിഡക്ഷൻ എന്ന് പറഞ്ഞാൽ 1,42,000 ആണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ 1,42,000 ഈ 1,42,000 കൊണ്ടാണ് ഇനി നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ശ്രദ്ധിക്കുക, 1,42,000 കൊണ്ടാണ് ഇനി നമ്മൾ ബാക്കി ചെയ്യാൻ പോകുന്നത്. ഇതിൽ 100% ഉള്ളതിനൊക്കെ എന്ത് ചെയ്യുക? 100% കൊടുക്കുക. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് മാക്സിമം ക്വാളിഫയിങ് എമൗണ്ട് കണ്ടുപിടിക്കുക. ഇതിനുശേഷം 100% എന്താണ് ഡിഡക്ഷൻ കിട്ടുന്ന എല്ലാ ഐറ്റത്തിനും എന്ത് ചെയ്യുക? 100% തന്നെ ഡിഡക്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പം നോക്കുക, 100% ഡിഡക്ഷൻ അലോവബിൾ. ഓക്കെ, 100% ഡിഡക്ഷൻ കിട്ടാൻ നമ്മൾ ഓൾറെഡി ആദ്യം തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. ഒന്ന് PMKS ഫണ്ട്, PMKS അത് ഫുൾ എഴുതണേ. 40,000. ഇനി സ്വച്ഛ് ഭാരത് ഘോഷ് 100% ആണ്. സ്വച്ഛ് ഭാരത് ഘോഷ് എത്രയാണ്? 20,000. ദെൻ അപ്രൂവ്ഡ് ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ 50 വരുന്നതാണ്, അപ്പോൾ അത് എടുക്കണ്ട, അത് നമ്മൾ ഇപ്പോൾ കാണുന്നില്ല. ദെൻ ഫാമിലി പ്ലാനിങ് വിത്തിൽ 100% ആണ്. 100% വരുന്ന എല്ലാം ആഡ് ചെയ്യാന്നാണ് പറയുന്നത്. അപ്പോൾ ഫാമിലി പ്ലാനിങ് എത്രയാണ്? 30,000. ഓക്കെ, ദെൻ നാഷണൽ എമിനൻസ് 100% തന്നെയാണ്. എമിനൻസ് എത്രയാണ്? 10,000. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ എല്ലാം 100%, അതായത് വിത്തൗട്ടും വിത്തും 100% എടുക്കുന്നത്. അതിൽ വിത്തൗട്ടിൽ 50 എടുക്കുന്നില്ല, വിത്തിൽ 50 എടുക്കുന്നില്ല. അപ്പോൾ മാക്സിമം ക്വാളിഫയിങ് എമൗണ്ട് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ 100% ഡിഡക്ഷൻ ഉള്ള എല്ലാത്തിനും 100% കൊടുക്കാം. ഇനി നോക്കി, ഇത് 100% ചെയ്യുമ്പോൾ എത്ര കിട്ടും? 1 lakh rupees കിട്ടും അല്ലേ? 1 lakh ആണ് നമുക്ക് 100% ഡിഡക്ഷൻ ഉള്ളത്. 1 lakh ആണ്. ഇനി നോക്കി, മാക്സിമം നമുക്ക് ATG പ്രകാരം എത്ര ഡിഡക്ഷൻ കിട്ടും? 1,42,000. മാക്സിമം ക്വാളിഫയിങ് എമൗണ്ട് നമ്മൾ കണ്ടുപിടിച്ചു. 1,42,000 നമുക്ക് കിട്ടും. അതിൽ ഇപ്പൊ തന്നെ എത്രയായി? 1,00,000 ആയി അല്ലേ? ഇനി ബാലൻസ് എന്ന് പറയുന്നത് എത്രയാണ്? ബാലൻസ് എത്രയാണ്? 1,42,000 എന്ത് ചെയ്താൽ മതി? 1,00,000 കുറച്ചാൽ എത്രയാണ്? 42,000. ഈ 42,000 ഒന്നും കൂടി പറയാം. മാക്സിമം ക്വാളിഫയിങ് എമൗണ്ട് നമ്മൾ 1,42,000. 1,42,000 മാത്രമേ ATG പ്രകാരം നമുക്ക് കിട്ടൂ. ഓക്കെ, അതിൽ നിന്ന് 100%, അതായത് മൊത്തം എമൗണ്ടിന് ഡിഡക്ഷൻ കിട്ടുന്ന ഐറ്റത്തിന് എന്ത് ചെയ്യുക? മൊത്തം എമൗണ്ടും കൊടുക്കാം. അങ്ങനെ 1,00,000 രൂപ, 1,42,000 1,00,000 രൂപ ഓൾറെഡി പോയി. ഇനി ബാക്കി എത്രയാണ്? 42,000. ഈ 42,000 എന്ന് പറയുന്നത് ഇനി ബാക്കിയുള്ളത് ഇനി 50% ആണ് അലോ ചെയ്യാനുള്ളത്. ബാക്കിയുള്ള 42,000 എത്ര കൊടുക്കുക? 50% കൊടുക്കുക. 42,000 50%. ഈ 50 ഓൾറെഡി എന്താണ് 50% ഉള്ള എമൗണ്ടിന് നമ്മൾ കൺസിഡർ ചെയ്യുന്നേ ഇല്ല. ബാലൻസിന് 50%. അപ്പം 42,000 50% എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? 21,000 ആണ്. 42,000 50% എന്ന് പറഞ്ഞാൽ 21,000 ആണ്. അപ്പോൾ 1,21,000 ആണ് നമുക്ക് ATG പ്രകാരമുള്ള എന്താണ് ഡിഡക്ഷൻ എന്ന് പറയുന്നത്. 1,21,000 ആണ്.
അപ്പോൾ ഇവിടെ നമ്മൾ നോക്കേണ്ടത് എന്താണ്, ഒന്നുകൂടി ഞാൻ പറയാം. ഗ്രോസ് ടോട്ടൽ ഇൻകം നമുക്ക് തന്നിട്ടുണ്ടാവും. അതിൽ നിന്ന് STCG 111 കുറക്കാം, LTCG കുറക്കാം, പിന്നെ 80C മുതൽ 80 വരെ തന്നിട്ടുള്ള ഡിഡക്ഷൻസ് കുറക്കാം. അപ്പോൾ നമുക്ക് 80Gയുടെ ഗ്രോസ് ടോട്ടൽ ഇൻകം കിട്ടും. അതിൽ നിന്ന് എന്ത് ചെയ്യാം, ആ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൻ്റെ 10% കണ്ടുപിടിക്കാം. 10%ഓടൊപ്പം ആഡ് ചെയ്യേണ്ടത് എപ്പോഴാണെന്ന് വെച്ചാൽ 10%-നേക്കാൾ ഡൊണേഷൻ കൂടുന്ന കേസിൽ എന്ത് ചെയ്യുക, എല്ലാ വിത്തൗട്ട് ലിമിറ്റ് ഡൊണേഷനും അതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. വിത്തൗട്ട് ലിമിറ്റ് ഡൊണേഷൻ ആണ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ എല്ലാ വിത്തൗട്ട് ലിമിറ്റ് ഡൊണേഷൻ ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് മാക്സിമം ക്വാളിഫയിങ് എമൗണ്ട് കിട്ടും. ഈ 1,42,000 കൂടുതൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, 80G പ്രകാരം ഡിഡക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇനി 1,42,000 അവിടെ തന്നെ എന്ത് ചെയ്യുക, ക്ലോസ് ചെയ്ത് വെക്കുക. ഇനി 100% ഡിഡക്ഷൻ എന്താണ് കൊടുക്കാൻ പറ്റുന്നതിന് 100% തന്നെ കൊടുക്കുക. അതിൽ വിത്തിലും വിത്തൗട്ടിലും 100 വരുന്നത് എടുക്കാം. ഓക്കെ, അപ്പോൾ എല്ലാത്തിനും 100% കൊടുക്കുക. അപ്പോൾ ഇവിടെ 1,00,000 രൂപ കിട്ടിയതിൻ്റെ ടോട്ടൽ. ഇനി ബാക്കി 1,42,000 മാക്സിമം ക്വാളിഫയിങ് എമൗണ്ടിൽ 1,00,000 പോയി കഴിഞ്ഞാൽ, 1,42,000 നിന്ന് 1,00,000 പോയി കഴിഞ്ഞാൽ ബാക്കി വരുന്നത് 42,000 ആണ്. ഈ 42,000 ഇനി 50%, 100% ഉള്ളതിനൊക്കെ കൊടുത്തില്ലേ, ഇനി 50% കൊടുക്കുക. അപ്പോൾ 21,000 കിട്ടും. ഈ 1,21,000 കൂടി 1,21,000 ആണ് 80Gയിൽ നമുക്ക് എന്ത് കിട്ടാം, ഡിഡക്ഷനായിട്ട് കിട്ടാം. ഈ ഒരു രീതിയിലാണ് 80Gയുടെ മാത്രം പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക. അല്ലാതെ ചിലപ്പോൾ നമുക്ക് എന്താണ് ടാക്സ് ലയബിലിറ്റി കാണുന്നതിൽ ചിലപ്പോൾ 1-2 ഐറ്റംസ് 80Gയിൽ തന്നിട്ടില്ല. അത് ഡയറക്റ്റ് 100 ആണെങ്കിൽ 100 കുറക്കാം, 50 ആണെങ്കിൽ 50 കുറക്കാം. ഇത് നമ്മൾ എന്താണ് 80G തന്നെ കാൽക്കുലേറ്റ് ചെയ്യാൻ വരുമ്പോൾ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിനേക്കാൾ കൂടുന്ന കേസിലാണ് ഈ ഒരു രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക, പ്രോബ്ലം ചെയ്യും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത്. ബൈ.